എന്താ തിളക്കം, തിളങ്ങുന്നു. ആഹാ, റിഫ്ലക്ടർ വെച്ച പോലെ നെയ്യിൽ ഉണ്ട്, വറുത്തെടുത്ത ഉണ്ട്. ശരിക്കും അതുപോലെ അല്ലേ? അതെ. നെയ്യിൽ വറുത്തെടുത്ത ഉടുപ്പ് ശരിക്കും അങ്ങനെയാണോ ശിവാമ്പുട്ടി? നെയ്യിൽ വറുത്തെടുത്ത ഉടുപ്പാണോ? അല്ല. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. ഏത് പാട്ടാ ഇന്ന്? പനിനീര് പെയ്യും നിലാവിൽ. പനിനീര് പെയ്യും നിലാവിൽ അല്ലേ? പ്രേം പൂജാരിയിൽ പാട്ട്. മ്യൂസിക് ഉത്തം സിംഗ് സാർ. പിന്നെ ബാക്കി ഡീറ്റെയിൽസ്. ലിറിക്സ് വരികള് ON വി സാറ്. വർഷം 1999. പാടിയത് യേശുദാസ് സാറും ചിത്രാമ്മ. വെരി ഗുഡ്. സാറേ, എനിക്കൊരു കാര്യം പറയാണ്ടേ. എനിക്ക് ഈ ഡ്രസ്സ് മേടിച്ചെന്നത് ചാവർകോട് ആശാരിമുക്കിലെ കുന്നുംപുറത്തുള്ള രേഷ്മ ചേച്ചിയാണ്. രേഷ്മ ചേച്ചിക്ക് കുടുംബത്തിനൊരു ഹായ് പറയണേ. ചാവറകോട് ആശാരിമുക്കിലെ ശിവകാമിക്കുട്ടിക്ക് ഉടുപ്പ് നൽകിയ രേഷ്മ ചേച്ചിക്ക് കുടുംബത്തിനും ഹായ്. അതുപോലെ തന്നെ എന്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന വർക്കല അയിരൂർ പോലീസ് സ്റ്റേഷനിലെ SI രഞ്ജിത്ത് അങ്കിളിനും പിന്നെ നഗരൂർ പോലീസ് സ്റ്റേഷനിലെ ASI റീജ ആന്റിക്കും കുടുംബത്തിനൊരു ഹായ്. കമ്പനി പോലീസുകാരായിട്ടാ. നമ്മുടെ ശിവകാമിക്കുട്ടിയുടെ പാട്ട് ഇഷ്ടപ്പെടുന്ന വർക്കല പോലീസ് സ്റ്റേഷനിലെ SI ശ്രീ രഞ്ജിത്ത് അവർക്കും പിന്നെ റീജ ആന്റിക്കും നമ്മുടെ എല്ലാവരുടെയും വക ഹായ്. ഉത്തം സിംഗ് സർ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹം ദിൽ തോ പാഗൽ ഹേ അതിനൊക്കെ മ്യൂസിക് അദ്ദേഹം ചെയ്തതാണ്. പിന്നെ രാജാ സാറിന്റെ വലിയ സുഹൃത്താണ് അല്ലേ? അതെ അതെ അതെ. ഞാൻ ആദ്യമായിട്ട് ഇറ്റലിയിൽ പോയത് രാജാ സാറിന്റെ ഒപ്പം. ഇത് ഒറ്റ തവണയെ പോയിട്ടുള്ളൂ ഇറ്റലിയിൽ. അത് രാജാ സാറിന്റെ ഒപ്പം. അന്ന് അത് എക്സ്ക്ലൂസീവ്ലി ഫോർ ഇറ്റാലിയൻസിനായിരുന്നു ആ പ്രോഗ്രാം, ഇന്ത്യൻസിന് വേണ്ടിയിട്ടായിരുന്നില്ല. അതായത് നമ്മുടെ ഇന്ത്യയിലെ സംഗീതം ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ എല്ലാ സംഗീത രൂപവും അവതരിപ്പിക്കുക എന്നുള്ള ഒരു രീതിയായിരുന്നു. ഒരു ചെറിയ ഒരു സിംഫണി പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഉത്തം സിംഗും അദ്ദേഹത്തിന്റെ മകളും ഉണ്ടായിരുന്നു, പ്രീതി ഉത്തം സിംഗ്. ഞങ്ങളെല്ലാവരും ചേർന്ന് ചിന്മയി അന്ന് ചെറുതാ. ചിന്മയെ ഞങ്ങളെയാണ് നോക്കാൻ ഏൽപ്പിച്ചത്. ചിന്മയുടെ അമ്മ എന്നെയും ദിവ്യ. ഞങ്ങളുടെ മൂത്ത മോനൊരു 9 വയസ്സ് പ്രായം, 9 മാസം പ്രായം. 9 മാസം. അപ്പൊ അന്ന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു യാത്ര. കാമിശിവ എനിക്ക് ചിലപ്പോ അങ്ങനെ തോന്നുന്നു കേട്ടോ. കാമിശിവ നന്നായി പാടും.
ശിവകാമി വളരെ സ്പെഷ്യലാണ്. യെസ്, ഇതൊരു ഗ്ലോറിയസ് കംബാക്ക് ആണ്. പനിനീരു പെയ്യും നിലാവിൽ പാരിജാതത്തിൻ ചോട്ടിൽ. കഴിഞ്ഞ കുറച്ച് പെർഫോമൻസസ് ആയിട്ട് അല്ലെങ്കിൽ റെൻഡിഷൻസ് ആയിട്ട് നമ്മുടെ ശിവകാമി കുഞ്ഞിന് ശരിക്കും വയ്യായിരുന്നു, ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതനുസരിച്ച് നമ്മുടെ കുഞ്ഞുമകൾക്ക് ഇവിടെ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മോളെ കുറച്ച് തളർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കേൾക്കുമ്പോഴത്തേക്കും ശിവകാമി കുഞ്ഞ്, നമ്മുടെ കുഞ്ഞ്, ആ കുഞ്ഞ് ഇന്ന് വീണ്ടും പറന്നുയർന്നിരിക്കുന്നു. അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അത് എനിക്കും ഡീപ്ലി ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ചില സംഗതികളാണ്. ഈ കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരും ഓരോ രീതിയിൽ അവരുടെ പ്രതിഭകൾ ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ശിവകാമി കുഞ്ഞ് ഒരു യുണീക്ക് ആണെന്നുള്ള ഒരു കാഴ്ച എപ്പോഴും നമുക്ക് തരുന്നുണ്ട്. ഈ പാട്ട് ഈ വയസ്സിൽ ആരെങ്കിലും പാടുമെങ്കിൽ തീർച്ചയായിട്ടും അത് ഗ്രേറ്റ്നെസ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ശിവകാമി കുഞ്ഞിന്റെ ഒരു ഗ്രേറ്റ് പെർഫോമൻസ് ഇന്ന് നമുക്ക് കാണാം. പ്രിയതോഴി നീ മാത്രമോർക്കും ഒരു ഗാനം സ്നേഹസാന്ദ്രം പങ്കിടും നിന്നെയെന്നും. ഇത് പെർഫോമൻസ് അല്ല, ഇത് സ്വയം അലിയൽ എന്ന് പറയും. അലിഞ്ഞു ചേരുക, ഒരു പാട്ടുമായിട്ട് അലിഞ്ഞു ചേരുക, ആ പാട്ടുമായിട്ട് ഒന്നാവുക, ആ പാട്ടിന്റെ ഉള്ളിലായിരിക്കുക, ആ പാട്ടിന്റെ ഉള്ളിൽ നിന്ന് പാടുക. സിംഗിങ് ഫ്രം വിതിൻ ദ സോങ് എന്ന് പറയുന്ന രീതി നമുക്ക് ഇന്ന് കാണാൻ പറ്റി. ഇതിൽ പല ഏരിയകളുണ്ട് ഈ പാട്ടിൽ പാടാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളത്. നമുക്ക് ആ ചരണത്തിന്റെ ആ ലൈൻ ഒന്ന് കേൾക്കാം. അറിയാതെ ആത്മാവിലൂറും ഒരു രാഗം ദേവരാഗം സഖി നിന്നെ തേടുമെന്നും. ഇനി അവസാനത്തെ ചരണത്തിൽ എത്ര മോഡുലേഷൻ കൊണ്ടുവന്നിരിക്കുന്നു അല്ലെ മധു? അതെ, തീർച്ചയായിട്ടും. അതെ അതെ ആ അവിടുത്തെ സൗണ്ട് മോഡുലേഷൻ എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ്. അതെ, അത് ശരിക്കും ഒരു പ്രൊഫഷണൽ സിംഗിങ് ആയിരുന്നു അവിടെ. ശരിക്കും അയ്യോ, ഒരു പ്രൊഫഷണലിസം അവിടെ നിഴലിച്ചു. അതിങ്ങനെ തേനൂറിക്കൊണ്ട് പാടിക്കൊണ്ടിരുന്നു. യെസ് യെസ് യെസ്. അല്ലെ, മാത്രമല്ല അതിന് ഇമോഷൻസ് ഉണ്ടായിരുന്നു. അതെ, അതെ, ആ കുഞ്ഞിനും എന്തൊക്കെയോ സങ്കടങ്ങൾ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ അല്ലേ, നമുക്ക് വേണ്ട രീതി നമുക്ക് പാടാൻ പറ്റും, നന്നായിട്ട് പാടാൻ പറ്റും. പക്ഷെ ചില ഹെൽത്ത് റീസൺസ് കൊണ്ട് നമുക്ക് പാടാൻ പറ്റുന്നില്ല. നമുക്കാണെങ്കിലും ഭയങ്കരമായിട്ട് നമുക്ക് ഇത്രയും വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് നമുക്ക് സങ്കടം വരും. അപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ കാര്യം പറയാനുണ്ടോ? ഇന്ന് സങ്കടപ്പെടേണ്ട യാതൊരു കാര്യവും. അപ്പൊ ഇതൊക്കെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള നിമിഷങ്ങളാണ് നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 അതിൽ അഭിമാനം കൊള്ളുന്നു. ഞാൻ അവിടെ ആ സീറ്റിലിരിക്കുന്നു. നമ്മൾ 3 പേരും അഭിമാനം കൊള്ളുന്നു. ഉണ്ണിച്ചേട്ടനും അഭിമാനം കൊള്ളുന്നു. ഈ ക്രൂ, നമ്മുടെ ടോപ്പ് ബാൻഡ് എല്ലാവരും അഭിമാനം കൊള്ളുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞൊരു എക്സ്ട്രാ ഓർഡിനറി ടാലന്റ് ആണ്. ശരിക്കും എനിക്ക് തോന്നിയത് എത്രയോ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലേ ബാക്ക് സിംഗർ പാടുന്ന പോലെയാണ്. പ്രത്യേകിച്ച് ആ ചരണം, ഒരു പ്ലേ ബാക്ക് സിംഗർ പാടുന്ന ആ ഒരു അത്ര പെർഫെക്ഷനിലാണ് ആ ചരണം പാടിയത്. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും ഇത് ശരിക്കും ഒരു ഗോഡ് ഗിഫ്റ്റ് ആണ് സത്യത്തിൽ നമ്മുടെ ശിവകാമി കുട്ടി എന്ന് പറയുന്നത്. നമ്മുടെ സംഗീത പ്രേമികൾക്ക്, സംഗീത ആസ്വദിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് അവരുടെ അച്ഛനും അമ്മയ്ക്കും കിട്ടിയ ഗിഫ്റ്റാണ്. എങ്ങനെ വർണ്ണിക്കണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത്രയ്ക്ക് മനോഹരമായിട്ട് പാടും. ശിവകാമി കുഞ്ഞേ, എന്തോ ശിവകാമി കുഞ്ഞിന്റെ ഹാർട്ട് എന്നാണ് ശിവകാമി കുട്ടിയുടെ പാട്ട് വരുന്നത്. അതിന്റെ ആ വ്യത്യാസം കേൾക്കാം. അതിന്റെ ഇമോഷൻ വേറെ തന്നെയാണ്. അത് വെറും ഒരു പാട്ടല്ല, ശിവകാമി കുട്ടിയുടെയും കൂടെ ഇമോഷൻസ് ആണ് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വരുന്നത്. അപ്പോഴാണ് ആ പാട്ടിനൊരു ലൈഫ് വരുന്നത്. അപ്പോഴാണ് പാട്ട് നമ്മുടെയും കൂടെ ഹൃദയത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അങ്ങനെ ഒരു അതുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് ആ കണ്ണീര് വന്നതും, ആണ് കണ്ണു നനഞ്ഞത്. അങ്ങനെ ഒരു പെർഫോമൻസ് ആണ് ഇന്നും ശിവകാമി കുട്ടി ചെയ്തത്. മാത്രമല്ല എനിക്കും സെയിം ഒപ്പീനിയൻ ആണ്. കഴിഞ്ഞ ഒരു 3-4 പെർഫോമൻസസ് ആയിട്ട് ശിവകാമി കുട്ടിയുടെ ബെസ്റ്റിലല്ല ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് യു ആർ ബാക്ക്. അതില് ഞാൻ ഒത്തിരി ഹാപ്പിയാണ് ശിവകാമി കുട്ടി. ഒത്തിരി 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 ഹാപ്പിയാണ്. കം ബാക്ക്, യെസ് എക്സാക്ട്ലി. ഒത്തിരി ഹാപ്പിയാണ് ശിവകാമി കുട്ടി. എനിക്ക് ശിവകാമി കുട്ടി വരുന്നതിന് മുന്നേ എനിക്ക് ആ ടെൻഷൻ ഉണ്ടായിരുന്നു. പാടി തുടങ്ങുന്നതിന് മുന്നേ ഇത് എങ്ങനെ ഉണ്ടാവും, നന്നായി പാടാൻ പറ്റുമോ, പെട്ടെന്ന് ചുമയൊന്നും വരാതിരിക്കണേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് പാട്ട് കേട്ട് മുഴുവൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഹാപ്പിയായി. എനിക്ക് സന്തോഷമായി. സത്യം പറഞ്ഞ ശിവകാമി ഡിസേർവ്സ് ടു ബി ഹാപ്പി ഇൻ ദിസ് മൊമെന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പം മധുമാമ
എത്രയാണ്? പോരട്ടെ പോരട്ടെ, പോന്നോ? 1. അപ്പൊ ശിവകാമിക്കുട്ടി, ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെ, ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങൾ ശിവകാമിക്കുട്ടിക്ക് തരുന്ന മാർക്ക് 100 out of 100. ഒരു മധുരമഴ. പെർഫോമർ ഓഫ് ദ ഡേ ആണ് കേട്ടോ നമ്മുടെ ശിവകാമി കുട്ടി. ശിവകാമി കുട്ടിക്ക് 2 ഗിഫ്റ്റ് ആണ് ആ 2 പേരും കൂടെ നമുക്ക് അനിയനും കൊടുക്കാം. അതെ 2 എനിക്ക് തോന്നുന്നു അനിയന് വില്ലുവായിട്ട് കൊടുക്കാം. ആയിക്കോട്ടെ. പല്ല് കഴിക്കാൻ കുറച്ച് മടിയുണ്ട് തോന്നുന്നു. വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ അടുത്ത പ്രാവശ്യം ശിവകാമി കുട്ടിക്ക്. ഇതിട്ടുണ്ട് വരണേ. അതെ, കിൻഡർ മോക്സിന്റെ ഒരു അടിപൊളി ഉടുപ്പ്. ഇനി എപ്പോഴും ചിരി വേണേ. പക്ഷെ ആ ചിരി കാണാൻ തന്നെ ഒരു സന്തോഷം വരുന്നു എനിക്ക്, ആ ചിരിയൊക്കെ കാണാൻ വേണ്ടിട്ട്. Okay, bye. Bye. Good night.